Good morning everyone. Welcome to MTM Education channel. It's me Sheeja. Okay, in the last class we have discussed the meaning, definition and the features of banking. I hope all of you have got an idea about that. Then now I'm going to take origin and development of banking. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ആണ്. എങ്ങനെയാണ് ബാങ്കിങ് ഒറിജിൻ ചെയ്തത്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ പറയുന്നത് The term bank is either derived from Italian word banca or from a French word bank. Both means a bench or money exchange table. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബാങ്ക് എന്ന് പറഞ്ഞുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഒന്നുകിൽ എന്താണെന്നാണ് പറയുന്നത്, ഇറ്റാലിയൻ വേർഡായ ബാങ്ക BANCA, അല്ലെങ്കിൽ എന്താണ് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബാങ്ക് BANQUE. ഇങ്ങനെ ഈ രണ്ട് വാക്കിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്, കൺഫേം അല്ല. ഒന്നുകിൽ ഇറ്റാലിയൻ വേർഡ് ബാങ്കയിൽ നിന്നാവാം, അല്ലെങ്കിൽ എന്താണ് ഫ്രഞ്ച് വേർഡ് ബാങ്ക്. എന്തായാലും ഈ ഏതോ ഒരു വേർഡിൽ നിന്നാണ് എന്ത് ഡിറൈവ് ചെയ്തിട്ടുള്ളത്, ബാങ്ക് എന്ന് പറഞ്ഞ വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ രണ്ടിൻ്റെയും മീനിങ് എന്താണ്, ബെഞ്ച് ഓർ മണി എക്സ്ചേഞ്ച് ടേബിൾ എന്നാണ്. ബെഞ്ച്, നമ്മുടെ ബെഞ്ച് ഉണ്ടല്ലോ, ബെഞ്ച്, അല്ലെങ്കിൽ എന്താണ് മണി എക്സ്ചേഞ്ച് ടേബിൾ, അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, വളരെ ഓൾഡൻ ഡേയ്സിൽ യൂറോപ്യൻ മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, പൈസ കടം കൊടുക്കുന്ന ആളുകൾ. യൂറോപ്യൻ മണി ലെൻഡേഴ്സും അതുപോലെ മണി എക്സ്ചേഞ്ചേഴ്സൊക്കെ എന്ത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്, കോയിൻസിൽ, നമ്മുടെ കോയിൻ ആ കോയിൻസ് എന്ത് ചെയ്തിരുന്നു, ഡിസ്പ്ലേ ചെയ്തിരുന്നു. ഈ ഒരു ബെഞ്ചിന് മുകളിൽ ഡിസ്പ്ലേ ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ എക്സ്ചേഞ്ചിങ്, പൈസ കടം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, പൈസ ബെഞ്ചിന് മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ എന്താണ്, ആർക്കാണ് പൈസ ആവശ്യിച്ചാൽ അവരെന്ത് ചെയ്യും, ആ സമയത്ത് വന്നിട്ട് മേടിക്കും. അതേപോലെ ഈ യൂറോപ്പിലുള്ള ആളുകൾക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, അവരവരുടെ വീട്ടിൽ ഒരുപാട് പൈസ വെച്ചിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് എന്താണ്, ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അതായത് പൈസ നഷ്ടപ്പെടുമോ, റോബറി ഉണ്ടാവുമോ, അതുപോലെ മറ്റുള്ള ആക്സിഡൻറ്റ് ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, ഈ പൈസ അവരുടെ കയ്യിൽ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തിരുന്നു, അവർക്ക് സുരക്ഷിതമായി പൈസ വളരെ സേഫായിട്ട് കീപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം വേണമായിരുന്നു. അങ്ങനെയാണ് എന്തുണ്ടായതെന്നാണ് പറയുന്നത്, ഈ ബാങ്ക്സ്. അപ്പം ബാങ്കിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പൈസയൊക്കെ വളരെ സേഫായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്ത് നിലവിൽ വന്നത്, ബാങ്ക് ഉണ്ടായി വരാനുള്ള കാരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ്, ബാങ്ക് അങ്ങനെ കീപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ്, ബോറോ ചെയ്യാം അല്ലേ, ബിസിനസ് മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പൈസ കടം മേടിക്കാനും പറ്റും. അതുപോലെ നമ്മളുടെ കയ്യിൽ പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സേഫ് കസ്റ്റഡി ആക്കിയിട്ട് വെക്കാനും പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, വളരെ ഓൾഡൻ ടൈംസിലൊക്കെ എന്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അമ്പലങ്ങളിൽ, ടെമ്പിൾസിലൊക്കെ എന്ത് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയുണ്ട്, അമ്പലങ്ങളിലൊക്കെ നമ്മളുടെ കയ്യിലുള്ള വാല്യുബിൾസൊക്കെ എന്താണ് വളരെ സേഫ് ആക്കിയിട്ട് ഓരോരുത്തരും സൂക്ഷിച്ച് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഗ്രീസിലൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള അമ്പലങ്ങളിലെല്ലാം ഇവർ പൈസയെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്, എന്താണ്, നമ്മളുടെ അമ്പലങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു ഇങ്ങനെയൊരു സ്വഭാവം ആളുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസും എന്താണ്, ഇന്ത്യയിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് മോഡേൺ ബാങ്കിങ്ങിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, വളരെ പുരാതന കാലത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി മോഡേൺ ബാങ്കിങ്ങിൻ്റെ ഒറിജിനെ കുറിച്ചാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു Crowther, modern banking has three ancestors, that is merchant bankers, goldsmith and the money lenders. അപ്പോൾ ഈ Crowther എന്ന് പറഞ്ഞ ആളുടെ അഭിപ്രായ പ്രകാരം നമ്മളുടെ മോഡേൺ ബാങ്കിങ്ങിന് 3 ആൻസസ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ആരാണ്, മെർച്ചൻ്റ് ബാങ്കേഴ്സ്. സെക്കൻഡ് വൺ പറയുന്നത് ഗോൾഡ് സ്മിത്ത്. ദെൻ തേർഡ് വൺ പറയുന്നത് മണി ലെൻഡേഴ്സ്. ഇനി എന്താണ് മെർച്ചൻ്റ് ബാങ്കേഴ്സ് ചെയ്തിരുന്നത്? മെർച്ചൻ്റ് ബാങ്കേഴ്സ് ആ പേരിൽ തന്നെ മനസ്സിലാക്കാം, എന്താണ്, കച്ചവട ബാങ്കേഴ്സ് അല്ലേ. അപ്പോൾ അതായത് സാധാരണ ഇവർ ചെയ്തിരുന്നത് കച്ചവടങ്ങൾക്ക്, ട്രേഡേഴ്സിന് എന്താണ് ചെയ്തിരുന്നത്, അവർ ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അല്ലേ. കച്ചവടങ്ങൾ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പൈസയാണ് എസ്പെഷ്യലി എന്തിനും കൂടെ അവർ കൊടുത്തിരുന്നു, ഫോറിൻ ട്രേഡ് നടത്തുന്നതിനും കൂടെയുള്ള പൈസ ആര് കൊടുത്തിരുന്നു, മെർച്ചൻ്റ് ബാങ്കേഴ്സ് കൊടുത്തിരുന്നു.
അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കച്ചവടങ്ങൾക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കുന്ന കാരണം കൊണ്ടാണ് അവർ എന്ത് പറയുന്നത്, മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ മെർച്ചൻ്റ് ബാങ്കേഴ്സിലൂടെയാണ് നമ്മളുടെ മോഡേൺ ബാങ്കിങ്ങിൻ്റെ തുടക്കം. അതുപോലെ നമുക്ക് ഇവരെന്താണ് ഈ ട്രേഡിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ബാങ്കിങ് പർപ്പസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരെന്താണ് യൂസ് ചെയ്തിരുന്നത്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഫോറിൻ ട്രേഡ് എല്ലാം നടത്തുന്നതിന് വേണ്ടിയിട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അവർ യൂസ് ചെയ്തിരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഗോൾഡ് സ്മിത്ത്. ഗോൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ തട്ടാന്മാരെന്ന് കേട്ടിട്ടില്ലേ, അവർക്കാണ് പറയുന്നത്. അപ്പോൾ ഗോൾഡ് സ്മിത്തിനെ പണ്ട് കാലത്ത് കൺസിഡർ ചെയ്തിരുന്നത് എന്തായിട്ടാണ്, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളായിട്ടാണ് ആരെ കണ്ടിരുന്നത്, ഗോൾഡ് സ്മിത്തിനെ കണ്ടിരുന്നത്. ഇനി അവരെന്താണ്, അവർ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള പല മെറ്റൽസും, അഥവാ ഒരുപാട് സ്വർണം അല്ലേ, പിന്നെ പല കല്ലുകളൊക്കെ ഉണ്ടാവില്ലേ, പല പല എന്താ പറയുക, വജ്രവും അതുപോലെ മരതകവും മാണിക്യവും അങ്ങനത്തെ പല കല്ലുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡീൽ ചെയ്തിരുന്ന ആളുകളാണ് ആര്, ഈ ഗോൾഡ് സ്മിത്ത്. അതുകൊണ്ട് ഇവരിതൊക്കെ ഡീൽ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇവരുടെ അടുത്ത് എപ്പോഴും എന്തുണ്ടായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അയേൺ സേഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യും, നമ്മളുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താണ് ചെയ്തിരുന്നത്, ഈ ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അതെന്തായിരിക്കും, ആളുകൾ ഓണസ്റ്റാണ്, അത് മാത്രമല്ല അത് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സേഫ് എല്ലാം ആരുടെ കൈവശം ഉണ്ടായിരിക്കും, ഗോൾഡ് സ്മിത്തിൻ്റെ കൈവശം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആളുകൾ അവരുടെ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ സേവിങ്സും കാര്യങ്ങളൊക്കെ ആർക്ക് കൊടുത്തിരുന്നു, ഗോൾഡ് സ്മിത്തിന് കൊടുത്തിരുന്നു. ഗോൾഡ് സ്മിത്ത് അതെന്ത് ചെയ്യും, വളരെ സേഫായിട്ട് അത് കീപ്പ് ചെയ്യും. എന്നിട്ട് ഇവരെത്രയാണോ ഡെപ്പോസിറ്റ് തന്നത് അതിനനുസരിച്ചിട്ട് എന്ത് കൊടുത്തിരുന്നു, റെസീറ്റും കൂടെ ആർക്ക് കൊടുത്തിരുന്നു, ഈ ആളുകൾക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ 1,00,000 രൂപ ഗോൾഡ് സ്മിത്തിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് സ്മിത്ത് എന്ത് ചെയ്യും, എനിക്ക് അതിൻ്റെ റെസീപ്റ്റ് തരും. എന്നിട്ട് എനിക്ക് എപ്പോഴാണോ പൈസയ്ക്ക് തിരിച്ച് എനിക്ക് വേണ്ടത് ആ സമയത്ത് ഞാൻ ഈ റെസീറ്റ് ആർക്ക് കൊടുക്കുകയാണ് ചെയ്യുക, ഗോൾഡ് സ്മിത്തിന് കൊടുക്കും. അവരെനിക്ക് എന്ത് ചെയ്യും, എൻ്റെ പൈസ തരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഗോൾഡ് സ്മിത്തിൻ്റെ കേസിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്, മണി ലെൻഡേഴ്സ്. അപ്പം മണി ലെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്, പൈസ കടം കൊടുക്കുന്ന ആൾ, അവർക്കാണ് എന്ത് പറയുന്നത്, മണി ലെൻഡേഴ്സ് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഗോൾഡ് സ്മിത്തിൻ്റെ കയ്യിൽ നമ്മൾ പൈസ കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഗോൾഡ് സ്മിത്ത് എന്ത് ചെയ്തിരുന്നു, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു 1 lakh ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് എത്രയാണ്, ഒരു 50,000 ഒക്കെ ആവും നമ്മൾ ആവശ്യപ്പെടുക. അപ്പോൾ ബാക്കി വരുന്ന പൈസ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്, പൈസ കടം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതാണ് മണി ലെൻഡേഴ്സ് അല്ലേ. എത്രയാണ് ഗോൾഡ് സ്മിത്ത് കഴിഞ്ഞ് ഈ ഗോൾഡ് സ്മിത്ത് തന്നെയാണ് ആരായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നത്, മണി ലെൻഡേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എത്രയാണ് അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസ, ആ പൈസ അവർ ആവശ്യമുള്ള ആളുകൾക്ക് പൈസ കടം കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പം അങ്ങനെയാണ് എന്തിൻ്റെ തുടക്കം എന്നാണ് പറയുന്നത്, നമ്മളുടെ മോഡേൺ ബാങ്കിങ്ങിൻ്റെ തുടക്കം. അപ്പം ഇങ്ങനെ മോഡേൺ ബാങ്കിൻ്റെ തുടക്കം ഇതിനെ പറയാൻ കാരണം എന്താണ്, ഒരു ബാങ്ക് എന്താണോ ഫങ്ഷൻ ചെയ്തിരുന്നത്, ഡെപ്പോസിറ്റെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു, പൈസ ആവശ്യമുള്ള ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സംഗതി തന്നെയാണ് ഇവരും ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് മോഡേൺ ബാങ്കിങ്ങിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ.